എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇൻസൈറ്റ് ചാനലിൽ ഇന്ന് ഞങ്ങൾ പറയുന്നത് ഈ ഷിഗല്ല രോഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇത് ബാക്ടീരിയ പരത്തുന്ന ഒരു രോഗമാണ്. ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ പകരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഉള്ള ഒരു രോഗിയിൽ നിന്നും അല്ലെങ്കിൽ ഈ അസുഖം ബാധിതനായ ഒരു വ്യക്തിയിൽ നിന്നും പുറത്തു വരുന്ന വിസർജ്യങ്ങളിലൂടെയാണ് ഇത് മറ്റുള്ളവരിലേക്ക് ഇത് പകരുന്നത്. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനിയാണ്, തലകറക്കം, ഛർദിൽ ഒക്കെ ഉണ്ടാകുന്നു, ഭയങ്കര ക്ഷീണം വരുന്നുണ്ട്, തൊണ്ട വരൾച്ച, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. പിന്നീട് വയറുകടിയും വയറിളക്കവും, ഇതാണ് ഏറ്റവും അവസാന സ്റ്റേജ് എന്ന് പറയുന്നത്. വയറുകടിയും വയറിളക്കവും ഉണ്ടാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുകയും ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയും വ്യക്തിക്ക് തൊണ്ട വരൾച്ച മുതലായ കാര്യങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങളെന്ന് പറയുന്നത്. ശുചിത്വക്കുറവുള്ളിടത്താണ് ഈ അസുഖം സാധാരണയായി പകരുന്നത്. നമ്മൾ ചെയ്യേണ്ടത് മലിനമായ ജലം ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ നല്ല ആഹാരം, അതായത് വൃത്തിയുള്ള ആഹാരം മാത്രം നമ്മൾ കഴിക്കുക എന്നുള്ളതാണ്. പിന്നീട് ഇത്തരം രോഗികളുമായി അധികം സമ്പർക്കപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. കൃത്യമായി രോഗം മനസ്സിലാക്കുകയും അതിന് ചികിത്സ ലഭിക്കുകയും ചെയ്താൽ പൂർണ്ണമായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഭേദമാകുന്ന ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണിത്. ആളുകൾ പറഞ്ഞു ഭയപ്പെടുത്തുന്ന പോലെ അത്ര മാരകമായ ഒരു അസുഖമല്ലത്. ORS ലായനി ഉപയോഗിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പോഷണമുള്ള ഭക്ഷണം കഴിക്കുക, പിന്നീട് ഒരു ഡോക്ടറിൻ്റെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകൾ നമുക്ക് കഴിക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ചികിത്സാ രീതികൾ. രോഗബാധിതനായ ഒരു വ്യക്തിയുടെ മലത്തിലൂടെയാണ് ഈ രോഗാണുക്കൾ പുറത്തു വരുന്നത്. രോഗബാധിതനായ വ്യക്തിയുടെ മലത്തിൽ രക്തവും ഒപ്പം ഈ കഫത്തിൻ്റെ അംശങ്ങളും ഒക്കെ ഉണ്ടാവും. എന്തായാലും ഈ വരുന്ന മഴക്കാലം, മൺസൂൺ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ ശുചിത്വം പാലിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇനി വരുന്ന നാളുകളിൽ വളരെയേറെ ശുചിത്വം പാലിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള പകർച്ചവ്യാധികൾ സമൂഹത്തിൽ കടന്നു വരാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ശുചിത്വം പാലിക്കാൻ ജാഗരൂകരാകുക. ഇനിയും വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.